ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം ഗോപൻ സ്വാമിയുടെ ഉള്ളിൽ എത്തിയിരുന്നോ എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ മൃതശരീരം ജീർണിച്ച അവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ പോലും മർദ്ദനമേറ്റിരുന്നോ, മരണകാരണമാകുന്ന ഏതെങ്കിലും ക്ഷതമുണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ ഈ പരിശോധനയിലൂടെ തന്നെയാണ് വ്യക്തമാവുക. ഗോപൻ സ്വാമി സമാധിയായി എന്ന കുടുംബത്തിന്റെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ അവകാശവാദം നിലനിൽക്കുന്നതാണോ എന്നതൊക്കെ വരും മണിക്കൂറുകളിലാണ് അറിയാൻ സാധിക്കുക. അരുൺ മോഹൻ തുടരുന്നുണ്ട്. അരുൺ, ഈ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്, പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ വീടിനും പരിസര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ പോലീസ് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? അഭിലാഷ്, ഇതുവരെ അസ്വാഭാവികമായ ഒന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോലീസ് ഇവിടെ നിലയുറപ്പിക്കുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. ഈ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ 4 മണി മുതൽ ഇവിടെ പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രദേശം. ഈ പറയുന്ന ഓരോ ഊടുവഴികളും അടച്ചുകൊണ്ടായിരുന്നു പോലീസ് ബന്ധത്തൊരുക്കിയതും ഒപ്പം മാധ്യമങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു പോലീസ് മുന്നോട്ട് പോയത്. അത് തന്നെയായിരുന്നു. എന്തായാലും അത് ഈ പറയുന്ന പല എതിർപ്പുകളെയും നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും പോലീസിന്റെ ആ ഒരു ഇടപെടൽ വളരെ ഗൗരവമായി തന്നെ ജനവും ഏറ്റെടുത്തു. ആരും തന്നെ ഇവിടെ വന്നിരുന്നില്ല. പ്രതിഷേധവുമായി ആരെയും തന്നെ കണ്ടിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ, സ്ഥിതിഗതികൾ എല്ലാം പൂർത്തീകരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ ചോദിച്ച 2 ചോദ്യങ്ങളായിരുന്നു ഇവിടെ ജനങ്ങൾ ഉന്നയിച്ചിരുന്നത്. ഗോപൻ സ്വാമി എവിടെ, എങ്ങനെ, എന്താണ് ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത്, എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പോലീസിന് ഉത്തരം നൽകാൻ കഴിഞ്ഞുവെങ്കിലും എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് ഇവിടെ ഇപ്പോൾ ഈ ഗ്രാമം ഇരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇവിടെ വിന്യസിപ്പിച്ചുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഇതിനൊരു മറുപടി കിട്ടേണ്ടത് ഇനി വൈദ്യ രംഗത്തിൽ നിന്നാണ്. കാരണം അവിടെ നിന്ന് ഡോക്ടർമാരുടെ ഒരു അഭിപ്രായം കിട്ടിയാൽ മാത്രമേ, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള നടപടികൾ കിട്ടിയാൽ മാത്രമേ ഇതിനുള്ള ഒരു തീരുമാനം പോലീസിന് മുന്നോട്ടെത്താൻ കഴിയൂ, അല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള ബന്ധമൊരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ മുതൽ തുടങ്ങിയ ഒരു ബന്ധസ്ഥാണ് ഇപ്പോഴും തുടങ്ങുന്നത്. ഈ പറയുന്ന സമാധി ഇരുന്ന സ്ഥലത്ത് നമുക്ക് ആരെയും തന്നെ ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല. അത് പൂർണ്ണമായും അടച്ചുകൊണ്ട് അവിടെ കാവലൊരുക്കിക്കൊണ്ടാണ് പോലീസ് നിൽക്കുന്നത്. മാധ്യമങ്ങൾ ഉൾപ്പെടെ. യെസ് അരുൺ, വരാം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഗോപൻ സ്വാമിയുടെ മകൻ ആണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മകനെ അടക്കം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ആണ് പോലീസ് മറ്റ് നടപടിക്രമങ്ങൾ നടത്തുന്നത്. ആ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായ ശേഷം ആയിരിക്കും മൃതദേഹം വിട്ടു നൽകുക. മൃതദേഹം തിരികെ സ്വീകരിക്കാൻ ഒരുക്കമാണ് എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മൃതദേഹം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടാകും. പിന്നീട് അത് സമാധിയായി അല്ലെങ്കിൽ കല്ലറയൊരുക്കിയിരുന്ന അതേ സ്ഥലത്ത് തന്നെ ആയിരിക്കുമോ സംസ്കരിക്കുക എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്താണ് കുടുംബത്തിന്റെ തീരുമാനം എന്ന് അറിയേണ്ടതുണ്ട്. നേരത്തെ മാധ്യമപ്രവർത്തകർ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ലഭ്യമായിരുന്നില്ല. അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, മെഡിക്കൽ കോളേജിലെ സാഹചര്യം ഇതാണ്. അരുൺ, അവിടെ ഗോപൻ സ്വാമിയുടെ മകനടക്കം ഉണ്ട്. പക്ഷേ കുടുംബത്തിൻ്റെ ഒരു നിലപാട്, ഈ മൃതദേഹം തിരികെ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇനി എന്ത് എന്നതിൽ കുടുംബത്തിന്റെ ഒരു നിലപാട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? ആ കാര്യം തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ ഈ വിഷയം തുടങ്ങിയ മുതൽ ഈ പറയുന്ന കുടുംബാംഗങ്ങളുടെ നിലപാട് നമുക്ക് ചിന്തിക്കുന്ന തരത്തിലല്ല പലപ്പോഴും അവരുടെ നിലപാടുകൾ കൈക്കൊള്ളുന്നത്. പക്ഷെ അത് ഇങ്ങനെ പറയാൻ കാരണം ഇന്നലെ കോടതി ഇത്തരത്തിലൊരു നിലപാടെടുത്ത സമയത്ത് പോലും ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞത് ഒരു കാരണവശാലും തങ്ങളുടെ ഈ പറയുന്ന അച്ഛന്റെ സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ കോടതിയുടെ ഉത്തരവ് വന്ന സമയത്ത് പോലും. അങ്ങനെ പക്ഷെ എന്നാൽ പോലീസിന്റെ ഒരു ഇടപെടലിനെ തുടർന്നായിരുന്നു ഈ നടപടികളെല്ലാം പൂർത്തിയാക്കിയത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം നടപടി ഉൾപ്പെടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നമുക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അവർ അത് മൃതദേഹം ഏറ്റുവാങ്ങുമോ അല്ലെങ്കിൽ അതിനടുത്ത നടപടി
നടപടി എന്തായിരിക്കും, ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച സമാധി ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ വീണ്ടും അത് അവർ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. കാരണം ഇവരുടെ നിലപാടുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവരുടെ നിൽക്കുന്നത്. അത് എന്താ ഈ നമ്മൾ പ്രതികരണങ്ങൾ തേടാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം അവരത് നമ്മളോട് സഹകരിക്കാൻ തയ്യാറായില്ല. പക്ഷെ വരും മണിക്കൂറുകളിൽ എന്തായാലും അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് നൽകാനും കഴിയുമെന്ന് വിശ്വാസവുമുണ്ട്. എന്തായാലും ഈ പറയുന്ന അവരുടെ ഒരു തീരുമാനം അത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഈ പറയുന്ന അവരുടെ തീരുമാനം എന്താണ്, അല്ലെങ്കിൽ പോലീസ് പോസ്റ്റ്മോർട്ടം നടപടി ശേഷം മൃതദേഹം വിട്ടുകൊടുക്കുന്ന ആ പശ്ചാത്തലത്തിൽ മാത്രമേ ആ ഒരു തീരുമാനത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയൂ എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയൂ. അഭിലാഷ്, നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദമായ സമാധി സ്ഥലത്ത് അവിടുത്തെ കല്ലറ മാറ്റി ആണ്, കല്ലറയിലെ സ്ലാബുകൾ അടക്കം നീക്കം ചെയ്തുകൊണ്ടാണ് മൃതദേഹം പുറത്തെടുത്തത്. കല്ലറയിൽ നിന്ന് മൃതദേഹം കുടുംബാംഗങ്ങൾ പറഞ്ഞ നിലയിൽ തന്നെയാണ് കണ്ടെത്തിയത്. മൃതദേഹം ഇരുത്തിയ നിലയിൽ ആയിരുന്നു. ഒപ്പം മൃതദേഹം പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിൽ കൂടിയായിരുന്നു. അതായത് മൃതദേഹത്തിന് ചുറ്റും ഏതാണ്ട് പൂർണ്ണമായും തന്നെ പൂജാദ്രവ്യങ്ങൾ ആയിരുന്നു നിറച്ചിരുന്നത് എന്നുള്ളതാണ്. മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടി കല്ലറ തുറക്കുമ്പോൾ ഏതാണ്ട് നെഞ്ചിൻ്റെ ഭാഗം വരെ ഈ പൂജാദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കഴുത്തിന് മുകളിലേക്ക് വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു സമാധിയായി ഇരുത്തിയിരുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നടപടിക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദൃക്സാക്ഷിയായിരുന്ന കൗൺസിലർ നേരത്തെ ന്യൂസ് 18നോട് പ്രതികരിച്ചതും ഇത്തരത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് വർഷങ്ങളായി ഗോപൻ സ്വാമിയുമായി പരിചയമുണ്ട്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നുവെങ്കിൽ പോലും മൃതദേഹം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. അത് ഗോപൻ സ്വാമിയുടേത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് സ്ഥിരീകരിക്കുക എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതാണ്. ഒരു പക്ഷേ DNA പരിശോധന വേണമെങ്കിൽ അത്തരം പരിശോധനകളിലേക്ക് അടക്കം പോലീസ് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റു പരിശോധനകൾ കൂടി പൂർത്തിയാകുമ്പോൾ മാത്രമേ എങ്ങനെയാണ് ഗോപൻ സ്വാമിയുടെ മരണം സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. കുടുംബാംഗങ്ങൾ പറയുന്നത് പോലെ ആണോ മരണം സംഭവിച്ചത് എന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കാനാവില്ല. ദുരൂഹതകൾ നീക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസ് കല്ലറ പൊളിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പറഞ്ഞ നിലയിൽ തന്നെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മൃതദേഹം ഇരുത്തിയ നിലയിൽ ആയിരുന്നു. മൃതദേഹത്തിന് ചുറ്റും പൂജാദ്രവ്യങ്ങളടക്കം നിറച്ചിരുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. ഇങ്ങനെയാണ് മൃതദേഹം സംസ്കരിച്ചത്, സമാധിയായി ഇരുത്തിയത് എന്നായിരുന്നു കുടുംബാംഗങ്ങൾ നേരത്തെ പറഞ്ഞത്. ഇനി കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുള്ള മറ്റു വിഷയങ്ങൾ, അതായത് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല, സമാധിയാകണമെന്ന ആഗ്രഹം പറഞ്ഞിരുന്നു, ആ ആഗ്രഹപ്രകാരം ആണ് ഇങ്ങനെ സമാധിയായത് എന്ന കുടുംബത്തിൻ്റെ പ്രതികരണം, അതിലെ വസ്തുതയെന്ത്, സത്യമെന്ത് എന്നത് ആണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടിയായിരുന്നു പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ശ്രമം ആരംഭിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കല്ലറ പൊളിക്കാൻ പോലീസ് എത്തിയപ്പോൾ കുടുംബം വലിയ പ്രതിഷേധം ആണ് ഉയർത്തിയത്. പ്രത്യേകിച്ച് ചില ഹൈന്ദവ സംഘടനകളുടെ കൂടി പിന്തുണയോടുകൂടിയുള്ള പ്രതിഷേധം ആയിരുന്നു നടന്നത് എങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് ആശയവിനിമയം നടത്തിയതിനു ശേഷം ആണ് കല്ലറ പൊളിക്കാൻ തയ്യാറായത്, അല്ലെങ്കിൽ കല്ലറ പൊളിച്ചു മാറ്റിയത് എന്ന് നേരത്തെ സബ് കളക്ടർ നേരത്തെ ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരുന്നു, മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു സബ് കളക്ടറുടെ പ്രതികരണം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മുമ്പാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നും അതിനുശേഷം ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തും എന്നതുമായിരുന്നു സബ് കളക്ടർ ആൽഫ്രഡ് നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും സബ് കളക്ടർ പറയുന്നത് പോലെ ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷമോ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധങ്ങളോ ഒന്നും ഉയർന്ന് കാണുന്നില്ല. കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം അവർ ഉൾക്കൊണ്ടു എന്നത് സബ് കളക്ടറിൻ്റെ വാക്കുകളിലില്ല. അവരുടെ അനുവാദത്തോടെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. അപ്പോഴെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നതിനപ്പുറത്ത് കുടുംബത്തിൻ്റെ അനുമതിയോടെയാണ് എന്നൊന്നും സബ് കളക്ടറും പറഞ്ഞില്ല.